ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സമയമോ ഒരുപാട് സാധനങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കാണെങ്കിലും നമ്മൾ മുതിർന്നവർക്കാണെങ്കിൽ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 4-5 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം കേട്ടോ. 4-5 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒരുപാട് സമയം നമ്മളിത് കുതിർത്ത് വെക്കുന്നില്ല കേട്ടോ. ഒരു 2 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടിക്കോളുവേ. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് പച്ചരി വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി മറന്നു വയ്ക്കിനാലും നമ്മൾ പണിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഒരുക്കി വരുന്നപ്പോഴത്തേക്കും നമ്മൾ ഇതൊന്ന് കുതിർന്ന് കിട്ടിക്കോളും കേട്ടോ. രാത്രി തന്നെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മണിക്കൂർ മാത്രം വെച്ചാൽ മതിയേ. അപ്പോൾ ഇതാ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പച്ചരിക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചോറാട്ടോ. ഒരുപാട് ചോറ് ചേർക്കണ്ട. 1 ടേബിൾ സ്പൂണ് ചോറ് മാത്രം മതി കേട്ടോ. 1 കപ്പ് പച്ചരിക്ക് 1 ടേബിൾ സ്പൂണോളം ചോറ് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളവും ചേർക്കണ്ട കേട്ടോ. നല്ല ലൂസായി പോകണ്ട. മാവ് നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പാകത്തിനാട്ടോ വേണ്ടുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ഏലക്കായ ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഉണ്ടാകും നമ്മൾ ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. കറി ഒന്നും ഇല്ലാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. 1 ഗ്ലാസ് കട്ടൻ ചായ മാത്രം മതിയാവും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ. ദോശമാവൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇനി നമ്മളിതാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഓയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മാവ് ഒഴിക്കരുത്. നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരും. നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചെടുക്കാം കേട്ടോ. നമ്മളിത് തിരിച്ചിടുന്നില്ല കേട്ടോ. തിരിച്ചിട്ട് മറിച്ചിട്ടൊന്നും വേവിച്ചെടുക്കുന്നില്ല. ഇതുപോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും. നന്നായിട്ട് സൈഡ് ഭാഗമൊക്കെ നല്ല മുരിഞ്ഞ് കളറൊക്കെ മാറി കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നല്ല സെറ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് പെട്ടെന്ന് കിട്ടിക്കോളും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ ഇത് കുക്കായിട്ട് വരാൻ. നമ്മൾ അത്യാവശ്യം മാവ് ലൂസായിട്ട് തന്നെയല്ലേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയായിട്ട് വരികയും ചെയ്താൽ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി കറിയോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. നമുക്കിനി പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ അധികമൊന്നും ചേർക്കുന്നില്ലല്ലോ. ആകെ 1/2 ടീസ്പൂൺ പഞ്ചസാരയല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ദാ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പൊങ്ങി വന്നിട്ട് നല്ല ആരെടുത്തിട്ട് ഉള്ളിലൊക്കെ നമ്മൾ മുട്ടയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. പക്ഷെ നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക് യു.